വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനെന്ന് പറഞ്ഞ് സംഭാവന വാങ്ങി യൂത്ത് കോൺഗ്രസുകാർ വഞ്ചിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസമാണ് ഈ യോഗത്തിലൊക്കെ യൂത്ത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായത്. വീട് നിർമ്മിച്ചു നൽകിയില്ല. ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീട് നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴും പദ്ധതി തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നൊരു വിമർശനം അന്ന് വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചി സ്വദേശി TR ലക്ഷ്മിയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. എസ് രാഗൻ വിവരങ്ങളുമായിട്ട്. രാഗൻ, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാണ് 84 ലക്ഷമാണെന്ന് എൻ്റെ ഓർമ്മ. അത്രയും തുക തങ്ങൾ കൈമാറിയിട്ടുണ്ട്. 2 കോടിയിലേറെ രൂപ പിരിക്കുമെന്നാണ് പറഞ്ഞത്. എൻ്റെ നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നുവെന്നാണ്. ഇതിപ്പോൾ കൃത്യമായി ഏതെങ്കിലും പ്രവർത്തകർക്ക് നേതാക്കൾക്കെതിരെയാണോ പരാതി? എന്താണ്, എത്ര പണം ഇവരിൽ നിന്ന് പറ്റിച്ചു എന്നാണ് ഇവർ ആരോപിക്കുന്നത്? ഈ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പരിശീലന ക്യാമ്പിൽ ഈ വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനം പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായി എന്നത് വ്യക്തമായിരുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വന്നിരിക്കുന്നത്. കോലഞ്ചേരി സ്വദേശിനിയായിട്ടുള്ള ലക്ഷ്മി TR ആണ് പരാതിക്കാരി. അവർ പറയുന്നത് ഇത്തരത്തിൽ ഈ ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകും എന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഫണ്ട് കളക്ഷൻ നിശ്ചയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താൻ അടക്കമുള്ളവർ സംഭാവന നൽകി. പക്ഷേ ഈ കാര്യങ്ങൾ, ഫണ്ട് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിൽ നടന്നെങ്കിലും ഈ നിർമ്മാണ പ്രവൃത്തികളൊക്കെ തന്നെ ഒന്നും ഉണ്ടായില്ല. അത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് പറഞ്ഞു പറ്റിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചെയ്തിരിക്കുന്നതെന്നാണ് ഈ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതോടൊപ്പം തന്നെ അബിൻ വർക്കി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞ് അവർക്കെതിരെയാണ് ഈ പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണം എന്നതാണ് ഈ പരാതിയിലെ ആവശ്യം. എന്തായാലും പരാതി പോലീസ് സ്വീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ കണക്കുകൾ കൃത്യമായി തന്നെ വെളിപ്പെടുത്തണം. മാത്രമല്ല ഇതിന്റെ കണക്കുകൾ പുറത്തുവിടാത്തത് ആശങ്കയുണ്ടാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്.